ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ദീപാവലിക്ക് ഉണ്ടാക്കുന്ന ഒരു സ്വീറ്റാണ് ഉണ്ടാക്കുന്നത്. അത് മക്കമ്പേട എന്ന് പറയും. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ചെയ്തതെന്നത് കാണിച്ചു തരാം. അതിന് വേണ്ടുന്നത് ഞാൻ കുറച്ച് പിസ്തയും എടുത്തിട്ടുണ്ട്, കുറച്ച് ബദാം പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ചെറുതായിട്ട് കട്ടാക്കിയിട്ട് എടുക്കാം. അങ്ങനെ കട്ടാകുമ്പോൾ തെറിച്ച് പോകുന്നതായിട്ട് ഒരു ഇടികല്ലിൽ എന്തെങ്കിലും വെച്ചിട്ട് ഇടിച്ചെടുക്കാം. അതും ഞാൻ ചെറുതായിട്ട് ഇടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. കട്ടാക്കുമ്പോൾ എല്ലാം തെറിച്ച് പോകുന്നത്. ഇനി നമുക്ക് പഞ്ചസാരപ്പാവ് കാച്ചാം. പഞ്ചസാരപ്പാവ് കാച്ചാൻ വേണ്ടി 1.25 കിലോ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അതിനാവശ്യമുള്ള വെള്ളം ഒഴിച്ച് അത് നല്ല തിളച്ചതിന് ശേഷം നമുക്ക് കുറച്ച് പാവെടുത്ത് മാറ്റി വെക്കാം. മാറ്റി വെച്ചതിന് ശേഷം പാവയിൽ കുറച്ച് കളർ മാറിയ പോലെ ഇല്ല, അതിന് വേണ്ടി ഒരു 1/2 സ്പൂണ് പാൽ ഇതിൽ ഒഴിച്ചാൽ പാവിലുള്ള കച്ചറിയെല്ലാം വരും. കണ്ട അത് നമുക്ക് അതെല്ലാം നീക്കി മാറ്റി വെക്കാം. അതിന് ശേഷം ഇവിടുന്ന് പാവ് ഒരു ഭാഗം തിളച്ചെടുത്ത് വെച്ച് ഇനി നമുക്ക് മക്കമ്പയുടെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പകുതി പാവ് ഞാൻ എടുത്ത് വെച്ചതിൻ്റെ ഇത് ഒരു നൂൽപ്പാവ് എന്ന് പറയും. അത് നല്ല കുറച്ച് കുറുകി വരണം. അങ്ങനെ വന്നതിൻ്റെ നമുക്കത് സ്റ്റവ് ഓഫാക്കാം. മക്കമ്പേട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/4 കിലോ മൈദ, 1/4 കിലോനും മേലെ ആയിപ്പോയി. അതിനിതാ ഞാൻ തൂക്കിയിട്ടാണ് മൈദ എടുക്കുന്നത്. 1/4 കിലോന് കുറച്ചധികമുണ്ട്. മൈദ നമുക്ക് എടുത്ത് വെക്കാം. മൈദപ്പൊടി എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് അതിനി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഞാനിവിടെ കോവ വന്നിട്ട് 3/4 കിലോന്ന് വാങ്ങിയിട്ടുള്ളത്. അത് നമുക്ക് ഇതൊരു 1/2 കിലോൻ്റെ പാക്കറ്റ്, ഇനി ഒരു 1/4 കിലോൻ്റെ പാക്കറ്റ്, അങ്ങനെ 3/4 കിലോ കോവ വാങ്ങിയതുണ്ട്. അതിൻ്റെ കൂടെയാണ് 1/4 കിലോനും കുറച്ചധികം മൈദ ഉണ്ട്. കോവയെല്ലാം കയ്യിനെ കൊണ്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നല്ല അതിൽ കുറച്ച് കട്ടി പിടിച്ച പോലെയെല്ലാം ഉണ്ടാവും. അതിലേക്ക് നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും ഇടാം. ഒരു 1/4 സ്പൂണ് പോലെയാണ് ഞാൻ ബേക്കിംഗ് സോഡ ഇട്ടിട്ടുള്ളത്. വെള്ളം നമുക്ക് ഒന്ന് ചോദിക്കാൻ പാടില്ല, ചെറുതായിട്ട് തെളിച്ചെടുക്കണം. കുഴ കുറച്ച് വെള്ളം മാതിരി ആകാൻ പാടില്ല. കുഴ നല്ല ഒരു ചപ്പാത്തിക്ക് കുഴക്കുന്ന മാതിരി ചെറുതായിട്ട് കുഴച്ചെടുക്കണം. കണ്ട ഇതേപോലെ വെള്ളം അധികം ഒഴിക്കാൻ പാടില്ല, ചെറുതായിട്ട് ഒഴിച്ചിട്ട് കുഴ ഇതേമാതിരിയാണ് ആകേണ്ടത്. കോവയും മൈദപ്പൊടിയും കൂടി കുഴച്ച കുഴയാണിത്. ഇനി അത് നമുക്ക് ടൈറ്റിൽ വേണം കുഴച്ച് അത് ചെറിയ ഉരുളകളാക്കിയിട്ട് അത് ചെറുതായി പരത്തിയതിന് ശേഷം നമുക്ക് ഈ പൊടിച്ച് വെച്ച ഇതിൻ്റെ ഉള്ളിലാക്കിയിട്ട് ചെറിയതായിട്ട് അതിൻ്റെ ഉള്ളിൽ ഉണ്ടയാക്കിയിട്ട് അങ്ങനെയും വെക്കാം. അല്ലെങ്കിൽ അതെടുത്തിട്ട് തനിയെ അതിലേക്ക് ചെറുതായിട്ട് എടുത്ത് വെക്കാം. ഞാൻ അത് 2 പോലെ ആക്കുന്നുണ്ട്, 2 സൈസിലും. അതിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ അത് വിരിഞ്ഞ് ഇങ്ങനെ നമ്മൾ വേകുമ്പോഴേക്ക് അത് വിരിഞ്ഞു പോകും. അങ്ങനെ ആകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ആക്കുന്നുണ്ട്, അങ്ങനെയും ആക്കുന്നുണ്ട്. ഇതേപോലെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് എല്ലാ ഉരുളകളും നല്ല കുഴച്ച് ലെവലാക്കിയിട്ട് എടുത്ത് വെക്കാം ഓരോന്നായിട്ട്. ഇതിന് കുഴയാണ് നല്ല ശരിക്ക് വേണ്ടത്. കുഴ ഇതായിപ്പോയെങ്കിൽ മക്കമ്പോട ശരിയായിട്ട് വരില്ല. എല്ലാതും നമുക്ക് ഇതേപോലെ എടുത്ത് വെക്കാം. അതേമാതിരി നമുക്കൊരു അടുപ്പിൽ ചീനച്ചട്ടി വെച്ചിട്ട് ഇതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ നല്ല ചൂട് തിളക്കാൻ പാടില്ല, ചെറിയതായിട്ടുള്ള ഒരു ചൂടേ പാടുള്ളൂ. തിളച്ച എണ്ണയിലിടുമ്പോൾ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഉള്ളു വേകാതെ മാതിരിയാവും. ഉള്ളു നല്ല വെന്ത് കിട്ടുകയും വേണം, നല്ല ഗോൾഡ് കളറാകുകയും വേണം. എന്നാലാണ് അതിൻ്റെ നല്ലൊരു ടേസ്റ്റ് വരിക.
അത് തന്നാലെ തന്നെ പൊന്തി വരും. ചെറിയ തീയിലേ ആകാൻ പാടുള്ളൂ. തീ കുറവായിട്ടേ പൊരിച്ചെടുക്കാൻ പാടുള്ളൂ. ചെറിയ തീ ആക്കിയിട്ട് സ്റ്റൗ ചെറുത് കത്തിച്ചിട്ട് ഞാൻ ആദ്യം എടുത്ത് വെച്ച പഞ്ചസാരപ്പാവ് കണ്ട അത് ഇതിലേക്ക് ഒഴിച്ച് വെക്കാം. ഇതിലേക്ക് കുറച്ച് നേരം ഊറിയതിന് ശേഷം നമുക്ക് ഒരു നൂൽപ്പാവായ പഞ്ചസാരയിലേക്ക് മാറ്റി വെക്കാം. ഇതെല്ലാം അങ്ങനെ ആക്കി ഞാൻ മാറ്റി വെച്ചു. ഹാപ്പി ദീപാവലി.